കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇന്ദു അമ്മേ, ഇതാ ക്ഷണപത്രം, നോക്കിക്കേ. ദാസ, എന്താടാ ഇത്? എന്തായി കാണുന്നേ? അമ്മേ, അത് മാളവികയുടെ കല്യാണത്തിന് ദേവന്റെ ഫോട്ടോ എന്തിനാ? ഇവരെ കല്യാണം കഴിപ്പിച്ച പിന്നെ വൈദേഹി എന്തായി തീരും? എവിടെ വൈദേഹി? വൈദേഹി എവിടെന്ന്? അമ്മ, അത് അമ്മ വെപ്രാളപ്പെടാതെ ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ദേവന്റെ മാളവികയുടെ കല്യാണം ഇപ്പൊ ആദ്യമായിട്ട് നടത്തുമല്ല. അത് ചെറുപ്പത്തിലെ നടന്നു അമ്മയ്ക്കും അറിയാവുന്നതല്ലേ. പക്ഷെ സത്യം അറിയാത്തവര് നമ്മളെ കുറിച്ച് പലതും പറയുന്നുണ്ട്. അവരുടെയൊക്കെ വായടയ്ക്കാൻ വേണ്ടിയാ വീണ്ടും ഒരിക്കൽ കൂടി അവരുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചത്. അതല്ല ഞാൻ ചോദിച്ചത്. എന്റെ വൈദേഹിക്ക് എന്ത് പറ്റിയെന്ന് പറ കൗസല്യേ. ചെറുപ്പത്തിൽ ഇവരുടെ കല്യാണം കഴിഞ്ഞതാന്ന് കരുതി വൈദേഹിയുടെ ദേവന്റെ കല്യാണത്തിന് യാതൊരു വിലയില്ലാണ്ടാവോ? അതോ ഇവള് വന്നതോ അവളെ നിങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞയച്ചോ? സത്യം പറയണം, എന്താ സംഭവിച്ചത്? പറയാൻ. എവിടെടാ വൈദേഹി? കൗസല്യേ, ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ? വൈദേഹി എവിടെന്ന്? എന്ത് മറുപടി പറയണമെന്നറിയാതെ എല്ലാവരും നിന്ന് തപ്പുന്നു കണ്ടില്ലേ? ചേടാ, എന്താ ആരും ഒന്നും മിണ്ടാത്തത്? വൈദേഹിക്ക് എന്താ പറ്റിയത്? പറയുന്നുണ്ടോ? എന്റെ വൈദേഹി എവിടെയെന്ന്? ഞാൻ പറയാമേ, ഞങ്ങളാരും വൈദേഹി ഇവിടെന്ന് പറഞ്ഞു വിട്ടിട്ടില്ല. ദേവനുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെക്കണമെന്നും പറഞ്ഞിട്ടില്ല. സത്യത്തിൽ മാളുവിന്റെയും ദേവന്റെയും കല്യാണത്തിന് ദേവനെ കൊണ്ട് സമ്മതിപ്പിച്ചത് പോലും വൈദേഹി തന്നെ. ദാസേട്ടാ, നിങ്ങൾ എന്തോന്നും മിണ്ടാത്തെ? സത്യമാണമ്മേ. കഥ അവിടെയൊന്നും തീരുന്നില്ല. രാജഗുരുക്കള് പോലും മാളുവിന് ദേവന്റെ ഭാര്യയാകാനുള്ള അവകാശം ഉണ്ടെന്ന് തന്നെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഈ തീരുമാനത്തിലെത്തി. ഇത് പച്ചക്കള്ളാണ്. വൈദേഹി മാത്രമാണ് ഭാര്യ എന്നാണ് അദ്ദേഹം എഴുതിയത്. അത് മാറ്റി എഴുതാൻ ബുദ്ധി കാണിച്ചത് ഈ അമ്മ തന്നെയാ. അപ്പൊ ദേവൻ എവിടെ പോയി? എവിടെ അവൻ എവിടെ പോയി? അവസാനം വരെ മാളുവിന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം അവളാ നടത്തിയത്. പിന്നെ കല്യാണ സമയമായപ്പോ ആൾ എന്തിനാ ഇവിടുന്ന് മുങ്ങിയെന്ന് ആർക്കും അറിയില്ല. പിന്നെ അവളെ ഇതുവരെ ആരും കണ്ടിട്ടുമില്ല. 6 മാസം ഞാൻ ഈ വീട്ടിലില്ലായിരുന്നപ്പോ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? പക്ഷെ ഇതിലാരെയും കുറ്റം പറയാനും പറ്റുന്നില്ല. എന്നാലും നടന്നതെല്ലാം തെറ്റ് തന്നെയാ. നമ്മുടെ ദേവനെയും വൈദേഹിയും തമ്മില് വേർപിരിക്കാന്ന് പറഞ്ഞ അതെനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ദേവൻ എവിടെ പോയി?
എന്താ ദൈവം നമ്മുടെ വീട്ടിൽ നടക്കുന്നേ? അച്ഛനും അമ്മയും പറഞ്ഞത് ഇന്ദുമ്മ കേട്ട് കാണുമല്ലോ. അതാ ഇവിടുത്തെ കാര്യങ്ങൾ. മറ്റാരും എന്തും പറഞ്ഞോട്ടെ, നിന്റെ മനസ്സിൽ എന്താണെന്ന് പറയേ. വൈദേഹി എങ്ങനെയാടാ നിന്നെ ഉപേക്ഷിച്ചിറങ്ങിപ്പോയേ? അത് സ്വപ്നത്തിൽ പോലും നടക്കില്ല. എന്നാലും നടന്നില്ലേ ഇന്ദു? എന്നെ ഉപേക്ഷിച്ച് അവള് പോയില്ലേ? ഒരാളെ കാണാനില്ലെന്നായതും നമ്മളെ ഉപേക്ഷിച്ചു പോയെന്നും കരുതേ വേണ്ടേ? ആളെ കാണാതായെങ്കിൽ അതിന് പല അർത്ഥങ്ങളും ഉണ്ടാവും. എന്ത് പറ്റിയൊന്നോ എവിടെ പോയതാണെന്നോ ആരും അന്വേഷിച്ചില്ലല്ലോ. എന്താ ആരും അതിനെപ്പറ്റി ചിന്തിക്കാഞ്ഞേ? എന്താടാ അങ്ങനെ അങ്ങ് വിട്ടുകളഞ്ഞേ? ഇതാണോടാ നിന്റെ പ്രേമം? അത് അങ്ങനെ ചോദിക്കും. അതുപോലും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പുരുഷോത്തമന്. കാണാതായെന്ന് കരുതി ഉപേക്ഷിച്ചെന്നങ്ങ് എഴുതിത്തള്ളുക. എന്ത് പറ്റി, എവിടെ പോയി എന്നൊന്ന് ചിന്തിക്കാൻ പോലും മനസ്സ് തോന്നിയില്ല. ഒന്ന് അന്വേഷിച്ചു പോലും ഇല്ലല്ലോ. ശരിയാ, അങ്ങ് തള്ളിക്കളഞ്ഞു. അതാണോ പ്രേമം? നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ വൈദേഹി നിന്നെ ഉപേക്ഷിച്ചതാണെന്ന് തന്നെ ഇരിക്കട്ടെ. അവര് പറഞ്ഞ കാരണങ്ങളും ശരിയാണെന്ന് കരുതാം. പക്ഷെ അതെല്ലാം നീ വിശ്വസിക്കുന്നുണ്ടോ? എത്ര വലിയ പ്രണയമായിരുന്നടാ നിങ്ങളുടേത്. ഒരു ക്ഷണം പോലും അവളെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. എന്നിട്ട് എവിടെ പോയടാ ആ സ്നേഹമൊക്കെ? കല്യാണം പോലും വേണ്ടെന്ന് പറഞ്ഞവനാ. എന്നിട്ട് അവളെ കണ്ടപ്പോ കെട്ടണമെന്നും പറഞ്ഞ് നടന്നില്ലേ? എന്നിട്ട് ഇപ്പൊ ആ വൈദേഹിയെ മറന്ന് മാളവികയെ കെട്ടാൻ എങ്ങനെ മനസ്സ് വന്നടാ? ഇപ്പൊ പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ. വൈദേഹി നിന്നെ മറ്റൊരുവളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ നീ എങ്ങനെ അത് വിശ്വസിക്കാതിരിക്കാൻ എന്ത് പഴുതാ ഉള്ളത്? വൈദേഹിയെ വാശി പിടിച്ച് എന്നെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചത്. എന്തിനാ ഞാനെന്ന് അങ്ങനെ പറഞ്ഞെന്ന് ദേവേട്ടന് അറിയില്ലേ? പോട്ടെ, ഞാൻ പറഞ്ഞോണ്ട് കല്യാണത്തിന് സമ്മതിച്ചതെങ്കിൽ എന്തുകൊണ്ട് അന്ന് കല്യാണം കഴിച്ചില്ല? 6 മാസം കഴിഞ്ഞാണോ ദേവേട്ടന്റെ തീരുമാനം ഉറച്ചത്? ജന്മജന്മാന്തരങ്ങളുടെ ബന്ധം 6 മാസം കഴിഞ്ഞപ്പോ വെറും മണ്ണായി. അതെ, അല്ലെങ്കിൽ തന്നെ ഒട്ടും സുഖമില്ലാത്തതല്ലേ ഇന്ദുവിന്? ഇപ്പൊ എന്തിനാ ഇന്ദു ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നേ? വെറുതെ സമാധാനം കളഞ്ഞു വിളിക്കണ്ട. ഞാനിപ്പോ ആരെയാ കല്യാണം കഴിക്കാൻ പോകുന്നത്? ചെറുപ്പത്തിലെ ഞാൻ താലി കെട്ടിയ ഇന്ദുവിന്റെ കൊച്ചുമോളെ. അച്ഛനും അമ്മയും എല്ലാരും വലിയ സന്തോഷത്തിലാ. ഇന്ദുവിന് ഇത് സന്തോഷം തന്നെയല്ലേ? ഞാൻ ചിലപ്പോ സന്തോഷിച്ചേനെ. പക്ഷേ അതെപ്പോഴാ? ഇതുവരെ നീ കല്യാണം കഴിക്കാതെ നിന്നിട്ട് അപ്പ എന്റെ കൊച്ചുമോള് വന്നിരുന്നെങ്കിൽ നീ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ കാല് തല്ലിയൊടിച്ച് കെട്ടിച്ചേനെ. പക്ഷെ നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ പോനെ? നിനക്ക് വൈദേഹി ഉണ്ടല്ലോ. ഒരു കൊച്ചുമോൾക്ക് വേണ്ടി മറ്റൊരു മോളോട് നെറികേട് കാണിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വൈദേഹി പടി കടന്നു പോവാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നടാ. എന്തു ഇനിയിപ്പൊ ഇന്ദു അമ്മ എന്തു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വൈദേഹി ഇല്ലല്ലോ. ഇനിയിപ്പോ അവള് വരികയാണെങ്കിൽ അപ്പൊ നമുക്കിതിനെപ്പറ്റി സംസാരിക്കാം. അതുവരെ വൈദേഹിയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ വെറുതെ ആവും. അതുകൊണ്ട് ഇന്ദു അതെല്ലാം മറന്നുകളാ. വെറുതെ ടെൻഷൻ കൂട്ടി ഉള്ള ആരോഗ്യം കൂടി കളയണ്ട. കേട്ടല്ലോ? എന്നെ കുറിച്ച് സംസാരിക്കുന്നത് പോലും വെറുതെ ആണെന്നോ? കാണിച്ചു തരാടാ നിനക്ക് ഞാൻ. അരികിൽ പതിയിടനെഞ്ചാരോ മൂളും രാഗം മിഴികൾ
ഇതെന്താ ഇങ്ങനെ? അതിന് എന്റെ അമ്മേ, അമ്മേ. അയ്യോ. ഐ എം റിയലി സോറി കേട്ടോ. ചേട്ടൻ എന്തിനാ സോറി പറയുന്നേ? ഞാൻ അറിയാതെ ഇടയ്ക്ക് കയറി വന്നത്. തെറ്റ് എന്റെ തന്നെയാ. എന്നാലും ഞാൻ ചേട്ടനോട് സോറി ഒന്നും പറയില്ല. പറ്റുമെങ്കിൽ ചെയ്ത തെറ്റ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സോറി പറ. എന്താ? ഹലോ, ഹലോ, നിക്കേ. ഹലോ, ഇവക്കെന്താ പറ്റിയേ? ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോവാ. അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇവളോട് ഞാൻ സോറി പറ? എന്തെങ്കിലും ആട്ടെ. ഈ ക്ഷണപത്രം ഒന്ന് നോക്കി ദാസേട്ടാ, രണ്ടുപേരും തമ്മിൽ എന്ത് പൊരുത്ത. എന്റെ കണ്ണീര് തന്നെ കിട്ടും. ഇതാ ആന്റി, കാപ്പി എടുത്തോളൂ. ദാസേട്ടനൊന്ന് നോക്കിക്കേ. അങ്കിളും കാപ്പി എടുത്തോളൂ. മോൾ എന്തിനാ ഈ പണിയൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ വലിയൊരു ജോലിയാണോ? എവിടെ പോയാലും എന്നാലാവുന്ന ജോലിയൊക്കെ ചെയ്യുന്നതും എന്റെ ഒരു ശീലമാ. വെറുതെ ഇരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടല്ല. എടുത്തു അങ്കിളെ. ഈ പെൺകുട്ടി എത്ര പാവല്ലേ. ആ സംസാരവും സൗമ്യതയും വൈദേഹിയെ ഓർമ്മിപ്പിക്കുന്നേ. നേരം വെളുത്തത് അവളുടെ കാര്യം എന്തിനാ പറയുന്നത്? അതെന്താ കൗസല്യ നീ അങ്ങനെ പറഞ്ഞേ? നിനക്കെന്താ വൈദേഹിയോട് ഇത്രയും വെറുപ്പ്? വെറുപ്പ് തന്നെയാ. തെറ്റും ശരിയൊക്കെ മാറ്റി വെച്ച് നോക്കിയ ഇന്ന് എന്റെ മോന്റെ ജീവിതം ഇങ്ങനെയായി തീരാൻ അവൾ ഒറ്റ ഒരുത്തിയല്ലേ കാരണം. ഇനി അതൊക്കെ പോട്ടെ. അവൻ ഇപ്പോൾ അവളെ ഒന്ന് മറന്നു തുടങ്ങി. മാളവികയോട് അടുക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഗ്രാൻഡായിട്ട് കല്യാണം നടത്താൻ പറഞ്ഞത്. പിന്നെ എന്തിനീ വൈദേഹി പുരാണം? അവളുടെ പേരും പറഞ്ഞ് വീണ്ടും അവന്റെ മനസ്സ് മാറ്റാൻ നിൽക്കണ്ട. ഇപ്പൊ എന്റെ പേര് മാത്രമല്ല, എന്റെ പഴയ മുഖത്തോടു കൂടി ഞാൻ തന്നെ മുന്നിൽ ചെന്ന് നിന്നാലും ദേവേട്ടന് ഒരു മാറ്റം ഉണ്ടാവില്ല. മനസ്സ് നിറച്ചു മാളവികയല്ലേ. ഏത് നേരം അവളുടെ പുറകെ. Yeah, okay, done. കാപ്പി എടുത്തോളൂ ചേട്ടാ. ഇപ്പൊ എന്റെ കാപ്പിയൊന്നും ചേട്ടന് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. മൊറപ്പെണ്ണിനെ കേട്ടാൻ സ്വപ്നം കണ്ട് നടക്കുന്ന ആളാണെന്ന് അറിഞ്ഞു. പ്രിയതമ്മയുടെ അടുത്ത് ചെന്ന് കാപ്പി ഉണ്ടാക്കി തരാൻ പറ. എന്നിട്ട് അത് കുടിക്കും. നമ്മുടെ കാപ്പിയൊന്നും ചേട്ടൻ കുടിക്കണ്ട. ഹലോ, എന്താ പറഞ്ഞേ? ഇപ്പൊ കേട്ടത് തന്നെ. ഇഷ്ടപ്പെട്ടവരുണ്ടാക്കി തരുന്നതല്ലേ ആസ്വദിച്ച് കുടിക്കാനും പറ്റൂ. ചെന്നുണ്ടാക്കിക്കും. ഇവളെന്തൊക്കെയാ പറയുന്നേ? എന്താ ജാനകി, എന്താ നീ ദേവേട്ടന് കാപ്പി കൊടുക്കാത്ത? അത് ആ ചേട്ടന് 2 സ്പൂൺ പഞ്ചസാര വേണോത്ര. അതെനിക്കറിയോ. 1 സ്പൂൺ പഞ്ചസാര മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. 1 സ്പൂൺ പഞ്ചസാര കൂടി ഇടാൻ വേണ്ടി തിരിച്ചു കൊണ്ടുപോവാ. അതൊന്നും വേണമെന്നില്ല, ഞാൻ കൊടുത്തോളാം. അത് ശരിയാ, കൊടുക്കണ്ടവര് തന്നെ കൊടുക്കണം. ആ ചേട്ടൻ ഈ കൈ കൊണ്ട് കൊടുത്താ 1
ഒരു സ്പൂൺ പഞ്ചസാര കൂടുതൽ ഇട്ട പോലെയല്ലേ? നല്ല മധുരം ഉണ്ടായിരിക്കും അല്ലേ ചേട്ടാ? ഈ പെണ്ണെന്താ ഇങ്ങനെ ഒരുമാതിരി സംസാരമൊക്കെ? താങ്ക് യു. എന്താ ദേവേട്ടാ, ഒരു സ്പൂൺ പഞ്ചസാര ഉള്ളെന്ന് കരുതി കാപ്പി കുടിക്കില്ലേ? ദേവേട്ടാ, നമ്മുടെ ചില ശീലങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കാനും ശ്രമിക്കണ്ടേ? സാഹചര്യങ്ങൾക്കനുസരിച്ച്, നമ്മുടെ കൂടെയുള്ള ആളുകൾക്കനുസരിച്ച് നമ്മളും നമ്മളെ മാറ്റണം. ഇന്നാ ദേവേട്ടാ, കുടിക്ക്. കുടിക്ക് ദേവേട്ടാ. നമ്മുടെ ജാനകി പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? എന്റെ കൈകൊണ്ട് തരുമ്പോ ഒരു സ്പൂൺ പഞ്ചസാര കൂടുതൽ ഇട്ടതുപോലെ തന്നെയാ. കുടിക്ക് ദേവേട്ടാ. കുടിക്ക് ദേവൻ ചേട്ടാ. പഞ്ചാരിയെന്ന് കരുതി കുടിക്കാനല്ലേ പറഞ്ഞത്? അതങ്ങൊറ്റ വലിക്ക് കുടിക്കും. കുടിക്ക് ദേവേട്ടാ. ഒന്ന് കുടിക്കുന്നുണ്ടോ? കുടിക്ക് ചേട്ടാ. അത് നീ കുടിച്ചാ മതി. ദേവേട്ടാ, അമ്മേ, കഴിക്കാൻ എന്താ? കാപ്പി എടുത്തോളൂ ചേട്ടാ. ഇവൾ എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഒന്നും അങ്ങോട്ട് പിടി കിട്ടുന്നില്ലല്ലോ. നിന്റെ പേര് ജാനകി എന്നല്ലേ? അതെ ചേട്ടാ. കാലത്ത് കാപ്പി കൊണ്ടുവന്നിട്ട് തരാതെ നീ എന്താ പറഞ്ഞു? മറന്നുപോയി ചേട്ടാ. എന്തായാലും ഇപ്പൊ ഓർമ്മിപ്പിച്ചത് നന്നായി. മുറപ്പെണ്ണിനെ കെട്ടാൻ വേണ്ടി സ്വപ്നവും കണ്ട് വെള്ളം ഇറക്കി നടക്കല്ലേ. പ്രിയതമ്മിയുള്ളപ്പോ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുവോ? അപ്പൊ പിന്നെ ഇതൊക്കെ കഴിക്കാതിരിക്കുന്നതാ നല്ലത്. പ്രിയതമ്മിയോട് ഉണ്ടാക്കി തരാൻ പറ. ഹലോ, നീ എന്തൊക്കെയാ പറയുന്നേ? അവള് തന്നെ കാപ്പി തരണം, അവളുടെ കൈ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി തരണം എന്ന് ഞാൻ പറഞ്ഞു നിന്നോട്. ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ? ഓഹ് ഗോഡ്, എന്ത് മനസ്സിലായിക്കൊണ്ടാ നീ വിളിച്ചു പറയുന്നേ? ചേട്ടനെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. ഏയ് നിക്ക് നിക്ക്.
കയ്യെന്ന് വിട് ചേട്ടാ. സത്യത്തിൽ നീ ആരാണ്? ബന്ധമില്ലാത്തതുപോലെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടല്ലോ. കയ്യെന്ന് വിട് ചേട്ടാ. പറ, നീ ആരാണെന്ന് പറ. മോനെ ദേവാ, മോന് കാലത്ത് കഴിക്കാൻ എന്താ ജാനകി? ചേട്ടന് ഇഡലിയും വടിയൊന്നും വേണ്ട അത്രേ, ദോശ തന്നെ വേണമെന്ന്. അതും ആന്റി മാളവിക തന്നെ ഉണ്ടാക്കി കൊടുത്താലേ ഇഷ്ടപ്പെടൂ അത്രേ. എന്നാ പിന്നെ മാളവികയോട് അത് പറഞ്ഞാ മതിയായിരുന്നില്ലേ? മോളെ മാളു, മാളവികേ. എന്താ അമ്മായി? ഒന്നുമില്ല മോളെ, മോന് കാലത്ത് കഴിക്കാൻ കൊടുക്കാതെ നീ എവിടെ പോയിരിക്കുന്നു? നീ ഉണ്ടാക്കി കൊടുത്താലേ കഴിക്കൂന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. ആണോ ദേവേട്ടാ? എന്നാ പിന്നെ എന്നോട് ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? പറ, എന്ത് കഴിക്കാനാ ഇഷ്ടം? അത് പിന്നെ എനിക്ക് ദോശ വേണോ അത്രേ? ദോശയോ? ദോശ എന്റെ ഫേവറേറ്റ് ഡിഷാ ദേവേട്ടാ. അമ്മായി, അമ്മായി അങ്ങോട്ട് പോയേ, ഞാൻ ഉണ്ടാക്കിക്കോളാം. ചെല്ലമ്മായി. ശരി. ഓക്കെ ദേവേട്ടാ, അടിപൊളി ദോശ ഒരു നിമിഷത്തിൽ ഉണ്ടാക്കി തരാം. എന്തെങ്കിലും ചെയ്യും. യെസ്, ദേവേട്ടൻ എന്നോട് ദോശ ഉണ്ടാക്കാൻ പറഞ്ഞു. ജാനകി, എവിടെ ദോശമാവിരിക്കുന്നത്? അവിടെയുണ്ട്. വേണ്ട വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. കിട്ടി കിട്ടി കിട്ടി. ഈ സന്തോഷവേളയിൽ ഒരു അടിപൊളി പാട്ട്. അമ്മാ, എന്റെ കൈ പൊള്ളിയേ. ആ ആ ആ